ഭൂമി കണ്ടുകെട്ടണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം മൂവാറ്റുപുഴ കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ്. കുടയത്തൂരിലെ ഭൂമി കണ്ടുകെട്ടാനാണ് നീക്കം. തട്ടിപ്പ് പണം ഉപയോഗിച്ചാണ് അനന്തകൃഷ്ണൻ ഈ ഭൂമി വാങ്ങിയതെന്ന് അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. 24 ബിഗ് ബ്രേക്കിംഗ്. എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ശ്യാം, വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഇനി ഭൂമി കണ്ടുകെട്ടൽ, അതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഇയാൾ തട്ടിപ്പിലൂടെ വാങ്ങിയ ഭൂമിയാണിത് എന്ന് തെളിയിക്കാൻ ആയിട്ടുണ്ടോ? ക്രിസ്റ്റീന, തട്ടിപ്പിലൂടെ വാങ്ങിയ ഭൂമിയാണ് എന്നുള്ളതിന്റെ തെളിവുകൾ സഹിതമാണ് ക്രൈംബ്രാഞ്ച് സംഘം മൂവാറ്റുപുഴ കോടതിയിൽ അപേക്ഷ നൽകിയത്. ഈ അപേക്ഷയിൽ പറയുന്നത് ആളുകളുടെ കയ്യിൽ നിന്ന് നിയമവിരുദ്ധമായി പിരിച്ചെടുത്ത പണം ഉപയോഗിച്ച് സ്വന്തം പേരിൽ വാങ്ങിയ ഭൂമി, അതാണ് കുടയത്തൂരിലുള്ളത്. ഈ ഭൂമി കണ്ടുകെട്ടി അതിന്റെ വില ഈടാക്കി പണം നഷ്ടപ്പെട്ടവർക്ക് നൽകണം. അതിനാൽ ഈ ഭൂമി കണ്ടുകെട്ടാൻ അനുവദിക്കണം എന്നുള്ളതാണ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 2 കോടി രൂപ മുടക്കി 5 സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങിയതായി കണ്ടെത്തിയിരുന്നു. മറ്റു ചില സ്ഥലങ്ങളിൽ ബിനാമി പേരുകളിൽ കോടികൾ വില വരുന്ന തോട്ടങ്ങൾ വാങ്ങിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ആദ്യഘട്ടത്തിൽ സ്വന്തം പേരിലും ബന്ധുക്കളുടെ പേരിലും വാങ്ങിയ ഭൂമികൾ കണ്ടുകെട്ടാനുള്ള നടപടികളാണ് ക്രൈംബ്രാഞ്ച് ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ 1ാം ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ കുടയത്തൂരിൽ അനന്തകൃഷ്ണൻ സ്വന്തം പേരിൽ തട്ടിപ്പണം ഉപയോഗിച്ച ഭൂമി കണ്ടുകെട്ടണമെന്നാവശ്യപ്പെട്ട അപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ഭൂമി കണ്ടുകെട്ടി സർക്കാരിലേക്ക് മുതൽക്കൂട്ടുകയും അത് പിന്നീട് ലേലം ചെയ്ത് കിട്ടുന്ന പണം തട്ടിപ്പിൽ ഇരയായവർക്ക് കൊടുക്കുകയും ചെയ്യും. ബഡ്സ് ആക്ട് ഉൾപ്പെടെ ഈ കേസിൽ ഉപയോഗിക്കാനായിട്ട് ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പാതിവില തട്ടിപ്പ് കേസിൽ ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് ഇന്നലെ ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച അപേക്ഷ മൂവാറ്റുപുഴ കോടതിയിലാണ് ഇന്നലെ വൈകി സമർപ്പിച്ചിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേർന്നത്.